പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിലെ തർക്കത്തിൽ വിശദീകരണമായി രാജ്ഭവൻ അതൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു എന്നതാണ് ചോദ്യം. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടി എങ്ങനെ വേണമെന്ന് രാജ്ഭവൻ തീരുമാനിക്കും. സെൻട്രൽ ഹാളിൽ സ്ഥിരമായുള്ള ചിത്രം മാറ്റാൻ കഴിയില്ല എന്ന് ഗവർണർ നിലപാടെടുത്തു. തുടർന്നാണ് സർക്കാർ പരിപാടി ഒഴിവാക്കിയതെന്ന് രാജ്ഭവൻ പറയുന്നു. തർക്കത്തിൽ മുഖ്യമന്ത്രി ഇടപെടുകയും ചെയ്തു. ഷഫീദ് റാവത്ത് ചെയ്യുന്നു. ഷഫീദ്, അതൊരു ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം അർലേക്കറുമായുള്ള ആദ്യ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? കൃഷിമന്ത്രി കൃത്യമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തത് എന്നുമാണോ മനസ്സിലാവുന്നത് ഷഫീദ്? ഹാഷ്മി, ഇതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉൾപ്പെടെയുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ചില ചർച്ചകളും സമാന്തരമായതിനൊപ്പം നടക്കുകയാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ ലൈവായി കാണുന്ന ദൃശ്യം അത് സെക്രട്ടേറിയറ്റ് പരിധിയിൽ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നടക്കുന്ന പരിപാടിയാണ്. ഈ പരിപാടി നടക്കേണ്ടിയിരുന്നത് ഇവിടെയല്ല, പകരം രാജ്ഭവനിൽ 11 മണിക്കായിരുന്നു. എന്നാൽ അവസാന ഘട്ടം ഈ ഭാരതാംബയുടെ ചിത്രത്തിന് മുൻപിൽ വിളക്കുകൊടുത്തണം എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടി മാറ്റിയെന്ന് സർക്കാർ വിശദീകരണം പറയുന്നു. എന്നാൽ സർക്കാർ ഈ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാറ്റാൻ കഴിയില്ല, കാരണം സ്ഥിരമായുള്ള ചിത്രമാണ്, അത് മാറ്റാൻ കഴിയില്ല, ആ രീതി മാറ്റാൻ കഴിയില്ല എന്ന് രാജ്ഭവനും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും നിലപാടെടുത്തതോടുകൂടി ഈ വിഷയം ഈ രീതിയിൽ ചർച്ചയാവുകയായിരുന്നു. ഏതായാലും പരിപാടി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നടക്കുകയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ഇടപെട്ടു. ഈ ദർബാർ ഹാളിൽ അല്പസമയം മുൻപ് നടന്ന പരിപാടിയിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ വിഷയത്തെ വന്നതാണ് എന്നുള്ള ഒരു വിവരമുണ്ട്. മാത്രവുമല്ല, മുഖ്യമന്ത്രിയുമായും കൃഷിമന്ത്രി പി പ്രസാദ് കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം സർക്കാർ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. ഇനി ആ പരിപാടി രാജ്ഭവനിൽ നടത്തേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്ത് ആ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ ഈ വിഷയത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹാഷ്മി പറഞ്ഞ കാര്യം, അതായത് ഈ രാജേന്ദ്ര ആർലേക്കറും സർക്കാർ നേരിട്ട് കൊണ്ടുപോകുന്ന വിഷയമില്ല, പകരം ചില വിയോജിപ്പുകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ട്. അത് ഈ ഗുരുമൂർത്തിയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഗുരുമൂർത്തി രാജ്ഭവനിൽ നടത്തിയ പ്രഭാഷണത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. മാത്രവുമല്ല, അതിനുശേഷം ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലടക്കം ആ അതൃപ്തി പ്രകടമാക്കിയതാണ്. ഇപ്പോൾ അതുകൂടി കടന്ന് മറ്റൊരു വിഷയം, അത് ഈ RSSുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വിഷയം, ഒരു ആരോപണം, അതിൽ സർക്കാർ നിലപാടെടുക്കുന്നു എന്നുള്ളത് തന്നെ സർക്കാർ എടുക്കുന്ന നിലപാടായി കൂടി നമുക്കിതിനെ കാണാൻ കഴിയും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സന്ദേശം കൂടി സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താനും കഴിയും. അല്പസമയത്തുള്ളിൽ മന്ത്രി പി പ്രസാദിൻ്റെ പ്രതികരണം ഹഷ്മീദ വരുന്നു.